നമസ്കാരം. പോലീസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് തലസ്ഥാന നഗരത്തെ യുദ്ധക്കളമാക്കി മാറ്റി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനിടെ വേദിയിലേക്ക് കണ്ണീർ വാതക പ്രയോഗം. ക്യാബിനറ്റ് പദവിയിലുള്ള ആളുകൾ വേദിയിലിരിക്കുമ്പോഴുള്ള പോലീസ് അതിക്രമത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കെ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും നമ്മൾ കണ്ടു. നവകേരള സദസ്സിന്റെ അവസാന ദിവസമാണിന്ന്. ഇന്നും സംഘർഷങ്ങൾ, വാക്പോരുകൾ, വെല്ലുവിളികൾ. ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലസ്ഥാനത്തിന്നും തെരുവ് യുദ്ധം. KPCCയുടെ DGP ഓഫീസ് മാർച്ചിൽ വൻ സംഘർഷം. നേതാക്കൾ പ്രസംഗിക്കുന്നതിനിടെ പോലീസിന് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. ആക്രമണം രൂക്ഷമായതോടെ പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. സമരവേദിക്ക് സമീപം കണ്ണീർ വാതക ഷെൽ വീണു. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട KPCC അധ്യക്ഷൻ കെ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി. തന്നെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണം എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. ശ്വാസം കിട്ടാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. MP എന്ന പരിഗണന പോലും നൽകാതെയാണ് പോലീസ് നടപടിയെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. സ്റ്റേജിലേക്കല്ലേ വെള്ളം അടിച്ചതും ഈ പൊട്ടിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ശ്വാസം പൊട്ടിയപ്പോൾ, ഈ സ്മോക്ക് കയറിയപ്പോൾ ശ്വാസം പൊട്ടിപ്പോയി പെട്ടെന്ന്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കായികമായി നേരിട്ട് കൊണ്ടല്ലേ അവർ പോകുന്നത്. ഗുണ്ടകളെ വെച്ചല്ലേ നടക്കുന്നത്. പോലീസിൻ്റെ അകത്തുള്ള ഗുണ്ടകൾ, പിന്നെ പുറത്തുള്ള ഗുണ്ടകൾ എല്ലാ ജില്ലയിൽ നിന്നും അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ക്യാബിനറ്റ് പദവിയിലുള്ള ആളുകൾ വേദിയിലിരിക്കുമ്പോഴുള്ള പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നു നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. തീരെയല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാർണിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും ചെയ്തില്ല. എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്യായമാണ്. ഞാൻ DGP വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അന്വേഷണം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയാൻ പോകണം നോക്കാമല്ലോ. ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉണ്ട്. MP-മാരാണ്. 6 MP-മാരും 4-5 MLA-മാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യമില്ലാണ്ട് ടിയർ ഗ്യാസ് ഷെൽ അടിക്കാൻ പാടും. അത് മാത്രമല്ല, ഭയങ്കര ഹൈഗ്രേഡ് ആയിരുന്നു. ആരാണ് ഈ ഓർഡർ? DG പറഞ്ഞു, ഞാൻ തന്നെ ടെലിവിഷനിൽ കാണാൻ എനിക്ക് അതിശയമാണെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ ആരാ കൊടുത്തിരിക്കുന്ന ഓർഡർ? ഭയങ്കരമായ ശ്വാസം മുട്ടലുണ്ടായി. ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ജാഥ വന്ന് യോഗം തുടങ്ങുകയായിരുന്നു. സംശയവുമില്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇപ്പോൾ ടിയർ ഗ്യാസും ജലപീരങ്കിയും അടിച്ചത്. പോലീസ് നടപടി കെ സുധാകരനെ ലക്ഷ്യമിട്ട് എന്ന ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തി. ഇന്ന് ഇവിടെ നടന്ന സംഭവം, ഞാൻ ബഹുമാനായ KPCC പ്രസിഡന്റ് വേദി വിടുന്നതിന് മുമ്പ് അദ്ദേഹം അനാരോഗ്യത്തിലാണെന്ന് അറിയാവുന്ന ഇന്നത്തെ സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആസൂത്രിതമായ അക്രമമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ടിയർ ഗ്യാസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ സമരത്തിന് മുമ്പ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രയോഗിച്ചത് പോലീസ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന ടിയർ ഗ്യാസ് ആയിരുന്നില്ല. KPCC മാർച്ചിനിടെ പോലീസിന് നേരെ ആസൂത്രിതമായ ആക്രമണം അരങ്ങേറിയെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ജാഥ ആരംഭിച്ചതു മുതൽ റോഡരികിലെ ബോർഡുകൾ അടിച്ചു തകർത്തു. റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയെന്നും EP ജയരാജൻ കുറ്റപ്പെടുത്തി. മ്യൂസിയത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രകടനം ആരംഭിക്കുന്നത് തന്നെ റോഡ് മുഴുവൻ അഴിഞ്ഞാടിക്കൊണ്ടാണ്. വടിയും കമ്പിവടിയും അതുപോലെ RSSകാർ ഉപയോഗിക്കുന്നത് പോലുള്ള വാളുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ കാണുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകളും ബാനറുകളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള പ്രകടനമായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അല്ലമീൻ, സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിൽ തന്നെ നേതാക്കൾ വേദിയിലിരിക്കുന്ന സമയത്ത് കണ്ണീർ വാതക പ്രയോഗം നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്നു. വേദിയിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്, KPCC അധ്യക്ഷനുണ്ട്. അതിൽ തന്നെ KPCC അധ്യക്ഷനെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ ആക്രമണം എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി പ്രതിപക്ഷം ഉയർത്തുന്ന പശ്ചാത്തലം ഇന്ന് തലസ്ഥാന നഗരത്തിൽ കണ്ടത് എന്താണല്ലേ?
പോലീസ് ഗുണ്ടാരാജിനെതിരെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് KPCC ഇന്ന് DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കോൺഗ്രസിന്റെ മുഴുവൻ മുതിർന്ന നേതാക്കളും മാർച്ചിന്റെ മുൻനിരയിൽ നിന്ന് നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു. DGP ഓഫീസിന് സമീപത്തായി ബാരിക്കേഡ് പോലീസ് തീർത്തിരുന്നു. ആ ബാരിക്കേഡിന് അടുത്തേക്ക് പക്ഷേ പ്രവർത്തകരോ നേതാക്കളോ എത്തിയില്ല. അതിനു മുൻപ് സജ്ജീകരിച്ചൊരു താൽക്കാലിക വേദിയിൽ നേതാക്കൾ കയറി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. KPCC അധ്യക്ഷൻ K. സുധാകരനാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. KPCC അധ്യക്ഷന്റെ വാക്കുകൾ കഴിഞ്ഞതോടെ ചില പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം നടത്തുകയും പോലീസിനെതിരെ മുദ്രാവാക്യം വിളി മുഴക്കുകയും ചെയ്തു. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ചില പ്രവർത്തകർ ചെരുപ്പൂരിയും പോലീസിന് നേരെ എറിയുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ഇതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗം വളരെ ശക്തമായ രീതിയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതോടെ വഴിയിൽ കിടന്ന കല്ലുകൾ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ വർഷിക്കുകയായിരുന്നു. കല്ലുകൾ എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ കൊണ്ടുവന്നതല്ല. കാരണം അത് പറയാൻ കാരണം അവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. വെട്ടിപ്പൊളിച്ചിട്ട ഭാഗമാണ്. അവിടെ റീടാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മെറ്റൽ കല്ലുകൾ ഉണ്ടായിരുന്നു. ഈ കല്ലുകളാണ് പ്രവർത്തകർ പെരുമട പോലെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞത്. ഈ സമയത്താണ് പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസും ഒക്കെ പ്രയോഗിച്ചത്. ആ സമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എത്ര വലിയ സമരം നടന്നാലും എത്ര വലിയ പ്രതിഷേധമുണ്ടായാലും പോലീസിനെതിരെ എത്ര വലിയ അക്രമ സ്വഭാവം ഉണ്ടായാലും അല്ലെങ്കിൽ പ്രതിഷേധക്കാർ വലിയ തരത്തിലേക്ക് സംഘർഷം വ്യാപിപ്പിക്കുമെന്നുള്ള സൂചന വന്നാലും സാധാരണ പോലീസ് സ്വീകരിക്കുന്ന ഒരു നടപടി ജലപീരങ്കി പ്രയോഗിക്കും. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടിയിലേക്ക് ടിയർ ഗ്യാസോ കണ്ണീർ വാതകമോ അതുപോലെ തന്നെ ഗ്രനേഡോ ഒക്കെ പ്രയോഗിക്കാൻ പോവുകയാണെങ്കിൽ അതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് കൊടുക്കൽ പതിവുണ്ട്. പക്ഷേ ഇന്നത്തെ സംഭവത്തിൽ പോലീസ് അത്തരമൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മളും അവിടെ ഉണ്ടായിരുന്നു. കല്ലുകൾ തുരുതുര കോൺഗ്രസ് പ്രവർത്തകർ വർഷിച്ചതോടെ ജലപീരങ്കിക്ക് പിന്നാലെ തുടർച്ചയായും ടിയർ ഗ്യാസും അതുപോലെ തന്നെ ഗ്രനേഡും പോലീസ് പ്രയോഗിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല ഈ VD സതീശനും K. സുധാകരനും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെ MLA മാരും MP മാരും ഒക്കെ ഇരിക്കുന്ന വേദി എന്ന് പറയുന്നത് ഒരു ലോറിയുടെ പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ ഇരിക്കുന്നത്. അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ട്. ഈ ഫ്ലക്സ് ബോർഡിലേക്ക് വളരെ ശക്തമായും ഫയർഫോഴ്സ് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രനേഡും ടിയർ ഗ്യാസും അവരുടെ മുകളിലൂടെ പോയി പൊട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ ആയുധമാക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ പ്രിവിലേജ് ഉള്ള MLA മാരും MP മാരും അതുപോലെ തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള ആളുകളും അല്ലെങ്കിൽ അതിന്റെ പ്രിവിലേജ് ലഭിക്കേണ്ട പരിരക്ഷ ലഭിക്കേണ്ട ആളുകളൊക്കെ ഉള്ളപ്പോൾ അതൊന്നും മാനിക്കാതെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ പോലീസ് സ്വീകരിച്ച നടപടി അത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ളതാണ് എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്നതിൽ അന്വേഷണം വേണമെന്ന് കൂടി പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് KPCC പ്രസിഡന്റ് K. സുധാകരനെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണമായി കൂടി പ്രതിപക്ഷ നേതാക്കളിൽ ചിലർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു. KPCC പ്രസിഡന്റും പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിലും സമാനമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് പോലീസ് തനിക്കും സഹ MP ക്കെതിരെ ഇത്തരം ഒരു അതിക്രമം നടത്തിയത് എന്നാണ് പരാതിയിൽ സുധാകരൻ പറയുന്നത്. സുധാകരൻ അതിനോടൊപ്പം മറുവശത്താണെങ്കിൽ ഈ പ്രതിഷേധങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു മുഖ്യമന്ത്രി, പരിഹസിച്ച് തള്ളുന്നു നേതാക്കൾ. മന്ത്രിമാരുടെ അടക്കം പ്രതികരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്. പോലീസ് നടപടിയെ തുടർച്ചയായി മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് പക്ഷേ നവകേരള സദസ്സിൻ്റെ അവസാന ദിവസമാണ്. മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം തെരുവിലേക്കിറങ്ങി പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലം. ഇനി ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? അല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് കരിദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ വ്യാപകമായിട്ട് പന്തം കൊളുത്തി പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും എന്നുകൂടി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് MP മാരും MLA മാരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പാർലമെന്റിന്റെയും നിയമസഭയുടെയും പ്രിവിലേജ് കമ്മിറ്റികൾക്ക് മുന്നിൽ പരാതി നൽകാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. അത് ആ അർത്ഥത്തിൽ വിനിയോഗിക്കുമെന്നുള്ളതാണ് നേതൃത്വം പറയുന്നത്. അതോടൊപ്പം പോലീസ് അല്ലാതെ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ഒരു നിർദ്ദേശം ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ അവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതാരാണ് എന്നതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന മറ്റൊരു പരാതി, മറ്റൊരു ആക്ഷേപം. അതോടൊപ്പം ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടത്തിയ പോലീസിന്റെ നടപടിയിൽ ആ പോലീസിനെതിരെ നടപടി വേണം, ആ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ വാക്പോരിനപ്പുറം നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുമെന്നുള്ള സൂചനകൾ കോൺഗ്രസ് നേതൃത്വം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതു തലത്തിൽ വേണം, തരത്തിൽ വേണം, ഏതു വിധത്തിൽ വേണമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും നേതാക്കൾ തീരുമാനിക്കുക. ഏതായിരുന്നാലും നവകേരള സദസ്സ് ഇന്ന് സമാപിച്ചാലും അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അത് വരും ദിവസങ്ങളിലും കത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം പ്രാദേശിക തലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷം അത് പ്രാദേശിക തലത്തിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. അത് പലയിടത്തും കാണുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച ഇനി താഴെത്തട്ടിൽ അല്ലെങ്കിൽ പ്രാദേശിക
തലങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം കൂടി നടത്തുമെന്നുള്ള സൂചന ഇതിനോടകം നേതാക്കൾ നൽകി കഴിയുകയും ശരി. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് ചാണ്ടി ഉമ്മൻ MLA-യുടെ പ്രതിഷേധം. തിരുവനന്തപുരം പുതുപ്പള്ളി ഹൗസിലേക്കുള്ള വഴിയിൽ ഇരുന്നാണ് പ്രതിഷേധിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധം എങ്ങനെ? അർജിത, ഈ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രധാനപ്പെട്ട വഴി, ആ വഴിയരികിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രം ധരിച്ച് പ്രതിഷേധം നടത്തും. അദ്ദേഹം പറയുന്നത് ഇന്ന് ഈ KPCC നടത്തിയ മാർച്ചിന് നേരെ ഉണ്ടായ അതിക്രമം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനൊരു സമരം എന്നുള്ളതാണ്. ഈ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഇതൊരു വ്യത്യസ്ത സമരമാണ്. കാരണം ഇങ്ങനെ ഒരു സമരം നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസിന് ഇത്രയും സമീപനത്തുള്ള സമരം കണ്ടിട്ടില്ല. അല്ല, ഇത് വ്യത്യസ്തത ഒന്നുമില്ല. ഞാൻ എൻ്റെ പ്രതിഷേധം ഈ രീതിയിൽ അറിയിക്കുന്നു. കാരണം ആർക്കും ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാമല്ലോ. കാരണം ഇന്ന് നടന്ന സംഭവങ്ങളും ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിയർ ഗ്യാസ് ഷെല്ലടിക്കുക, ഞങ്ങളെല്ലാം ആശുപത്രിയിൽ പോകേണ്ടി വരിക, അത്രയ്ക്ക് മാരകമായ ഷെല്ല് പ്രയോഗിക്കുക, എന്നിട്ട് അതിന് ന്യായീകരണം കൊടുക്കുക. ഇവിടെ കറുപ്പിട്ട ഒരാളെന്നെ കാണാൻ വന്നു, അയാളോട് പറയാണ് കറുപ്പിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്താ രാജ്യം ഇത്? അപ്പം എനിക്ക് എൻ്റെ പ്രതിഷേധം അതിലുണ്ട്, ഞാനത് പ്രതിഷേധിക്കും. ഞാൻ പറയുന്നത് അപ്പുറത്തെ DYFI പ്രവർത്തകർ സംഘടിച്ച് നിൽപ്പുണ്ട്, ഇവിടെ പോലീസുണ്ട്. സ്വാഭാവികമായും ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. അവരുടെ ഇഷ്ടമനുസരിച്ചാണ് പോലീസ് പോകുന്നതെങ്കിൽ അപ്പോൾ അറിഞ്ഞൂടെ? അപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഞാനിവിടെ ഇരിക്കുന്നതല്ല, അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതൊന്നും ചെയ്യുന്നില്ല. കറുപ്പിട്ടുകൊണ്ടിരുന്നാൽ പോലും അസ്വസ്ഥത വരികയാണെങ്കിൽ. മുഖ്യമന്ത്രി ഇതുവരെയും ഇറങ്ങിയിട്ടില്ലേ? റൂട്ട് മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ പോയിന്റ് ഞാൻ ഇതാണ് പറയാനുള്ളത്. അതിപ്പം വെൽ ആൻഡ് ക്ലിയർ ആണ്. അത് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതാണല്ലോ അവരിവിടെ വന്നിരിക്കുന്നത്. ആ കറുപ്പിനോടുള്ള പ്രതിഷേധം അവർക്കുണ്ട്. അത് അവർ വന്നിരിക്കും. അവർക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇന്നലെ കാട്ടാക്കടയിലടക്കം പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്ത വേറെ രീതിയിലാണ് DYFI പ്രവർത്തകർ. അതാണ്, അതിനെതിരെയുള്ള പ്രതിഷേധമാണിത്. എൻ്റെ സഹോദരന്മാരെ ആക്രമിച്ചു, അവരെ വീട് കയറി ആക്രമിക്കുന്നു, അവരെ തല തല്ലി പൊളിക്കുന്നു. ഇപ്പം ഞാൻ പലതവണ ആലോചിച്ചു വേണോ, പക്ഷേ ഇന്ന് സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നു. ഇന്നത്തെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടപടികൾ ഉണ്ടാവണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ. എഴുന്നേറ്റ് മാറാൻ പോലീസ് ആവശ്യപ്പെട്ടോ? ഇല്ല. എന്തിന്? ഞാൻ എൻ്റെ നാട്ടിലിരിക്കുന്നു, എൻ്റെ റൈറ്റ് ആയിട്ടിരിക്കുന്നു. ശരി. ഏതായാലും ചാണ്ടി ഉമ്മൻ ആ രീതിയിലുള്ളൊരു പ്രതിഷേധം നടത്തുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും DYFI പ്രവർത്തകരുടെ ഒരു വലിയ സംഘം അവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് തന്നെ പല പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടതാണ്, കാട്ടാക്കടയിലടക്കം നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും DYFI പ്രവർത്തകരുടെ അത് ജീവൻ രക്ഷയാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറയും. പക്ഷേ അങ്ങനെ ചില രീതികൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഈ ജഗതി പരിസരത്ത് വഴിയിൽ കിടന്ന് അടിവാങ്ങാനില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തലസ്ഥാന നഗരം യുദ്ധക്കളമായതിന് പിന്നാലെ വ്യത്യസ്തമായൊരു പ്രതിഷേധവുമായാണ് ചാണ്ടി ഉമ്മൻ എത്തുന്നത്. മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ MLA-യുടെ പ്രതിഷേധമുണ്ടാകുന്നത്. തിരുവനന്തപുരം പുതുപ്പള്ളി ഹൗസിലേക്കുള്ള വഴിയിൽ ഇരുന്നു കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പ്രതിഷേധിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. തലസ്ഥാനത്ത് മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 24 ക്യാമറയ്ക്ക് നേരെ യുവമോർച്ച പ്രവർത്തകർ ടയർ ഉരുട്ടിവിട്ടു. ക്യാമറയ്ക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, ഈ യുവമോർച്ചയുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു അലക്സ്? റീജിത്ത, ഇന്ന് KPCCയുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സ്വീകരിച്ച സമീപനമോ കഴിഞ്ഞ ദിവസം KSU മാർച്ചിന് നേരെ പോലീസ് സ്വീകരിച്ച സമീപനമോ ആയിരുന്നില്ല യുവമോർച്ച മാർച്ചിന് നേരെ പോലീസ് ഇന്ന് സ്വീകരിച്ചത്. ഏതാണ്ട് ഉച്ചയോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ചുമായി എത്തുന്നു. നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങൾ ഉയർത്തിയാണ് അവർ മാർച്ച് സംഘടിപ്പിച്ചത്. മാത്രമല്ല, കേരളത്തിൽ പൊതുവിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. ജനവിരുദ്ധ സർക്കാരാണ്, ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. വിലക്കയറ്റത്തിൽ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. നവകേരള സദസ്സിൽ ഒരു പരാതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന യുവമോർച്ച പ്രവർത്തകർക്കെതിരെ പോലീസും അതുപോലെ DYFI പ്രവർത്തകരും കയ്യേറ്റം നടത്തുന്നു, അതിക്രമം നടത്തുന്നു തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചാണ് ഇവർ മാർച്ച് നടത്തിയത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു യുവമോർച്ച പ്രവർത്തകരെങ്കിലും ഇവർ ആദ്യ അവസാനം വരെ പോലീസിനെ പ്രകോപിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നതാണ് ആ മാർച്ചിലുടനീളം കണ്ടത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. മാർച്ചുമായി എത്തിയ പ്രവർത്തകർ നോർത്ത് ഗേറ്റിലേക്ക്, സമരഗേറ്റിലേക്ക് എത്തുന്ന മുറയ്ക്ക് തന്നെ ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പോലീസുമായി നേർക്കുനേർ വെല്ലുവിളിയും കയ്യാങ്കളിയും പല തവണ ആവർത്തിച്ചുണ്ടാകുന്നു.
പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെയും പോലീസുമായി ഏറ്റുമുട്ടുന്നു. ഈ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രഫുൽ കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ കയറുന്ന പോലീസിനെ വെല്ലുവിളിക്കുന്നു. പ്രഫുൽ കൃഷ്ണ പറയുന്നത് ഈ ഇത്തരത്തിൽ സർക്കാർ, അതായത് ഈ ഒരു പോലീസ് സംവിധാനം അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ തുടരുമെന്ന് ഒരു കാലത്തും വിചാരിക്കേണ്ട, ഈ സർക്കാർ മാറുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന തലത്തിൽ വെല്ലുവിളി പ്രഫുൽ കൃഷ്ണൻ ഉയർത്തുന്നു. തുടർന്ന് അവർ വീണ്ടും താഴെ ഇറങ്ങി പ്രതിഷേധം ഉന്നയിക്കുന്നു, വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. പരമാവധി സംഘർഷഭരിതമാക്കാനുള്ള ശ്രമം ആ സമയത്തൊക്കെ ഉണ്ടായി യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. പക്ഷേ പോലീസ് സംയമനം പാലിച്ചു. ഈ പ്രവർത്തകർ അവർ കൊടികെട്ടിക്കൊണ്ടുവന്ന ദണ്ട് ഉപയോഗിച്ച് പോലും പോലീസിന് നേരെ വീശുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചിട്ടും പോലീസ് അനങ്ങിയില്ല. തുടർന്ന് പ്രവർത്തകർ ഈ MG റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് 13 യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയ തോതിൽ ഏതാണ്ട് 1 മണിക്കൂറോളം പ്രവർത്തകർ ആ മാർച്ചുമായി ബന്ധപ്പെട്ട സംഘർഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, BJP പ്രവർത്തകരും ഇന്ന് നവകേരള സദസ്സിലേക്ക്, നേമമണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന പൂജപ്പുരയിലേക്ക് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പ്രധാനമായി ഈ പൂജപ്പുര മൈതാനത്ത് അതിനോട് ചേർന്നുള്ള സരസ്വതി മണ്ഡപം CPM കയ്യേറിയെന്ന് ആരോപിച്ചായിരുന്നു BJPയുടെ ജില്ലാ അധ്യക്ഷൻ VV രാജേഷിന്റെ നേതൃത്വത്തിൽ അവിടേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് ആ മാർച്ചും ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. അവിടെയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. തലസ്ഥാനത്ത് മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നവകേരള സദസ്സ് അവസാന ദിവസത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടക്കുകയാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വാർത്തകളിലേക്ക് വീണ്ടും വരിയുന്ന നവകേരളം. ഒരു സർക്കാർ വിരളി പിടിച്ച് എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതെന്ത് തോന്നിവാസമാണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്? മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളോ കേസോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയിൽപ്പെട്ടതല്ല. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സാധാരണഗതിയിൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ വകുപ്പുകൾ നടത്തുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ പരിഹാസ്യമാക്കുന്ന ഒരു നടപടിയാണ്. നിയമപരമല്ലാത്ത ഒരു കാര്യവും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യില്ല. അദ്ദേഹം ഒരു ഹിറ്റ്ലറാണ്. മുൻ ഹിറ്റ്ലറുടെ പുനർജന്മമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ നമുക്ക്. ഇത് ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ. നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത സംഭവത്തിലെ ചോദ്യത്തോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് എടുത്ത കേസിൽ വിശ്വാസക്കുറവില്ല എന്നും ഗൂഢാലോചനയല്ല എന്നതിന് തെളിവുണ്ടെങ്കിൽ അതുമായി മുന്നോട്ടു പോകൂ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേസിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേസെടുത്തതിൽ പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത കേസിൽ എങ്ങനെ പ്രതിയാകുമെന്ന് ചോദ്യം. ഗൂഢാലോചന നടന്നതിന് തെളിവുണ്ടെന്ന് മുഖ്യമന്ത്രി. പൊതുപ്രവർത്തകരെ വിളിക്കുന്നത് ഗൂഢാലോചനയാണോ എന്ന് ചോദ്യം. ഗൂഢാലോചന അല്ലെന്ന തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി മുന്നോട്ടു പോകൂ എന്ന് മുഖ്യമന്ത്രി. വീണ്ടും ചോദ്യമുയർന്നതോടെ പ്രതികരണം ഇങ്ങനെ: ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ നമുക്ക്. ഇത് ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ. നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. CPI മന്ത്രിമാരടക്കം പോലീസ് നടപടിയെ പരോക്ഷമായി വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രി പോലീസിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നടന്ന ഗൂഢാലോചനയാണ് കേസെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു സർക്കാർ വിരളി പിടിച്ച് എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 44 ദിവസത്തെ ഈ അശ്ലീല നാടകം അവസാനിക്കുമ്പോൾ എല്ലാം കൈവിട്ടു പോയി. പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്ത ആളിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കോടതിയിൽ എങ്ങനെ തെളിയിക്കുമെന്നാണ് പോലീസിന് നേരെ ഉയരുന്ന ചോദ്യം. ഇതേ കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിനെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചിരുന്നു. 24 തിരുവനന്തപുരം, കൊച്ചി. പ്രതിഷേധ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത നടപടിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. സർക്കാരിൻ്റേത് ഫാസിസ്റ്റ് നിലപാടിന്റെ നേർചിത്രം എന്നാണ് ആക്ഷേപം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മന്ത്രിമാരും രംഗത്തെത്തി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് തോന്നിവാസമെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇതെന്ത് തോന്നിവാസമാണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്, പോലീസ് കാണിക്കുന്നത്? അപ്പോൾ ഇത്
ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസെടുക്കുന്നത്? മാധ്യമപ്രവർത്തകർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ മൗലികമായ ഉത്തരവാദിത്തമാണ്. കേസ് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സത്യസന്ധമായി അവർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അവരുടെ പേരിൽ കേസെടുത്തത് എന്നുള്ളത് വളരെയേറെ വിചിത്രമായിരിക്കുന്നു. നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ പരിഹാസ്യമാക്കുന്ന ഒരു നടപടിയാണ്. കേസെടുത്ത എറണാകുളം കുറുപ്പുംപടി പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. അനാവശ്യമായി മാധ്യമപ്രവർത്തകരുടെ പേരിലൊന്നും കേസെടുക്കത്തില്ല. പിന്നെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബോധപൂർവം ഉണ്ടാകുന്ന സംഭവങ്ങളെ പിന്നെ വക്രീകരിച്ചു. നമുക്ക് കുറച്ച് മാധ്യമത്തിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ നമ്മൾ ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് ഇടതു നയമല്ലെന്നും തെറ്റായ മാതൃകയുണ്ടെങ്കിൽ പോലീസ് പരിശോധിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ 24നോട്. അത് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത് എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. തീർച്ചയായും അത് പോലീസ് പരിശോധിക്കും. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്നൊരു നിലപാട് പൊതുവായിട്ട് ഞങ്ങളുടെ ഭാഗത്തില്ല. ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ ഒന്നും ഞങ്ങളില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരല്ല പോലീസാണ് കേസെടുത്തതെന്നാണ് മന്ത്രി P രാജീവിന്റെ പ്രതികരണം. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് CPI മന്ത്രിമാരായ K രാജനും P പ്രസാദും വ്യക്തമാക്കി. 24 കൊച്ചി. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയിൽ പുതുമയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും കേസെടുക്കും. കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ്. വിഷയത്തിൽ പോലീസല്ല മുഖ്യമന്ത്രിയാണ് കുറ്റവാളിയെന്നും ഗവർണർ പറഞ്ഞു. Anybody, when you board a plane, you pass through security. And if somebody says something which is not liked by the chief minister inside the plane, then a case of 307 was registered in Kerala. What's new about it? വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുത്ത വിചിത്രമായ നടപടി, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. മുതിർന്ന നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണെങ്കിൽ ആ പോലീസ് നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അവിശ്വാസവും അതുമായി ബന്ധപ്പെട്ടില്ല എന്ന് നിലപാട് വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രതികരണം ഗവർണറുടേതാണല്ലോ ശ്രീകാന്ത്. തീർച്ചയായും ഇന്ന് ഈ കേസെടുത്ത നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം ഗവർണറും ഇനി ചില CPI മന്ത്രിമാർ വരെയും ഇതിനെ എതിർത്ത് പോലീസിന്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് AKG സെന്ററിൽ നിന്നും നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി കേസ് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് VM സുധീരൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും സർക്കാരിന്റെ നടപടി തോന്നിവാസമാണ് എന്ന തരത്തിലാണ് അദ്ദേഹവും പ്രതികരിക്കുകയും ചെയ്തത്. അതായത് പൊതുസമൂഹം ഒന്നാകെ ഈ കേസെടുത്ത പോലീസിന്റെ അതിന് ഉത്തരവിട്ട സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗവർണറുടെ പ്രതികരണം കൂടി വരുന്നത്. അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഒന്നാമത്തെ പൗരൻ എന്ന നിലയിൽ ഗവർണർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ കേസെടുക്കുന്ന 307 എടുക്കുന്ന സമീപനമാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ വിഷയം മുഖ്യമന്ത്രിയോട് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായാണ് സംസാരിച്ചത്. ആ കേസെടുത്തതിൽ തനിക്കൊരു സംശയവുമില്ല എന്നും ഗൂഢാലോചനയല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയി തെളിയിക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്ന രീതിയാണ് പിന്തുടർന്നത്. മന്ത്രി സജി ചെറിയാൻ, P രാജീവ് അടക്കമുള്ളവർ ഇതിനെ ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഗൂഢാലോചന കേസ് തെളിയിക്കാൻ സാധിക്കില്ലെന്ന് ഈ കേസെടുത്ത പോലീസിന് അറിയാം. സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തെങ്കിലും അവർക്കറിയാം ഇത് തെളിയിക്കാനാകില്ലെന്നും കോടതി മുമ്പാകെ എത്തിയാൽ കേസ് നിൽക്കില്ലെന്നും അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. ശ്രീകാന്ത്, ഈ ഗൂഢാലോചനയല്ല എന്നതിന് തെളിവുണ്ടെങ്കിൽ അതുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. അത് തെളിയിക്കേണ്ടത് വിനീതയുടെ ബാധ്യതയായി മാറുന്ന സാഹചര്യം, അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്ന സാഹചര്യം, അതിൽ ആ പ്രതികരണത്തിൽ തന്നെ ഒരു കൗതുകമുണ്ടല്ലോ ശ്രീകാന്ത്. തീർച്ചയായും, അതായത് ഈ ആഭ്യന്തര വകുപ്പിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്
ഈ കേസെടുത്തത് എന്നതിന് ഇതിൽ പരം യാതൊരു തെളിവും വേണ്ട. കൃത്യമായ നിർദ്ദേശം, ഉന്നതതല സമ്മർദ്ദം എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ കേസെടുക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിങ്ങൾക്കിടയിൽ ചില ആളുകൾ ഗൂഢാലോചന നടത്തുന്നവരുണ്ടല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഒന്നാകെ ഈ മാധ്യമ മേഖലയെ ഒന്നാകെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന തന്ത്രം ഒരുപക്ഷെ CPIM-നും സർക്കാരിനും ഉണ്ടാകാം. അതാണ് ഇത്തരം കേസുകളിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു കാരണവശാലും കോടതിയിൽ നിൽക്കാൻ പോകുന്നതല്ല ഇത്തരം കേസുകളെന്ന് പോലീസിന് നന്നായി അറിയാം. കൃത്യമായി തന്നെ ഇത്തരം കേസുകളൊക്കെ തന്നെ ഡീൽ ചെയ്ത് പരിചയമുള്ള സർക്കാരിനും CPIM-നും അത് മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷേ കിട്ടിയ അവസരം ഈ മാധ്യമ മേഖലയെ ഒന്നാകെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നൊരു പക്ഷേ അവർ കരുതുന്നുണ്ടാകണം. മുഖ്യമന്ത്രിയുടെ ഭാഷ്യം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക വിനീത വിജിക്കെതിരായ പോലീസ് നടപടി, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയാണ്. ഗവർണർ അടക്കം മുഖ്യമന്ത്രിക്കെതിരെ, പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നതും ഇന്ന് നമ്മൾ കണ്ടു. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി തിരികെ എത്താം. ഇടവേള. നവകേരള സദസ്സിൽ ഇന്നും വൻ പ്രതിഷേധം. നവകേരള സദസ്സ് ഇന്നും സംഘർഷഭരിതം. വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ കയറാൻ കൂട്ടാക്കാതെ പ്രതിഷേധിച്ച പ്രവർത്തകരെ കൂടുതൽ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് സ്റ്റേഷനകത്ത് കയറ്റുകയായിരുന്നു. തിരുവനന്തപുരം അമ്പലത്തറ കുമരിച്ചന്തയിൽ നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടെത്തിയ രണ്ടുപേരെ പോലീസ് തടഞ്ഞതാണ് കാരണം. പൂജപ്പുരയിൽ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് BJP സംഘടിപ്പിച്ച മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ നവകേരള സദസ്സുകൾ തുടരുകയാണ്. 35 ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് വട്ടിയൂർക്കാവിൽ സമാപിക്കാൻ പോകുന്നു. വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഈ നവകേരള സദസ്സ് അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കും, വഴിയിൽ കിടന്ന് അടികൊള്ളാനില്ല എന്ന നിലപാട് പ്രതിപക്ഷം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അത് കൂടുതൽ സംഘർഷഭരിതമാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇനി വരുന്ന മണിക്കൂറിലും സമാനമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത് പ്രതീഷ്? തീർച്ചയായും റീജിത്ത്, കാരണം തുടക്കം മുതൽ സംഭവബഹുലമായിരുന്നു നവകേരള സദസ്സും. ഒപ്പം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രകളെല്ലാം തന്നെ വലിയ തരത്തിൽ ജനശ്രദ്ധ ഒപ്പം വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു. അത്തരത്തിലൊരു സമാനതകളില്ലാത്ത, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനും ഈ നവകേരള സദസ്സും ഈ യാത്രകളും വേദിയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വടക്കൻ ജില്ലകളിൽ നിന്ന് ആരംഭിച്ച യാത്ര തെക്കൻ ജില്ലകളിലേക്ക് കടന്ന് തലസ്ഥാന നഗരിയിൽ അവസാനിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ തീവ്രത ഏറി എന്നതാണ് മറ്റൊരു കാര്യം. കാരണം തലസ്ഥാന നഗരിയിൽ നവകേരള സദസ്സും മുഖ്യമന്ത്രിയുടെ യാത്രയും പര്യടനം തുടങ്ങിയത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരം കണ്ടത്. സമാനതകളില്ലാത്ത തെരുവ് യുദ്ധത്തിലേക്കായിരുന്നു ആ കാര്യങ്ങൾ പോയത്. ഇന്ന് നവകേരള സദസ്സ് സമാപിക്കുകയാണ്. ഇന്നും വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും തലസ്ഥാനം കണ്ടു. നവകേരള സദസ്സിന്റെ അവസാന മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിലാണ് നവകേരള സദസ്സ് സമാപിക്കുന്നത്. ഇപ്പോൾ നേമം മണ്ഡലത്തിന്റെ ഭാഗമായ പൊതുയോഗത്തിൽ പൂജപ്പുരയിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നത്. വഴിനീളെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇന്നും അത്തരത്തിലൊരു പ്രതിഷേധമായിരുന്നു കണ്ടിരുന്നത്. കാരണം ഈ രാവിലെ തന്നെ വിഴിഞ്ഞത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊതുയോഗം. കോവളം മണ്ഡലത്തിന്റെ ഭാഗമായ വിഴിഞ്ഞത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര തിരിക്കുന്ന ഘട്ടത്തിൽ വിഴിഞ്ഞത്തും കോവളത്തും പ്രതിഷേധമുണ്ടായി. പൂന്തുറയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി കാണിച്ചു. ഈ പ്രവർത്തകരെ വളരെ
ഉൾപ്പെടെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അവിടെ നിന്ന് മാറ്റിയത്. വിഴിഞ്ഞത്ത് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുകയും ഇവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇനിയും വലിയ തരത്തിൽ പ്രതിഷേധത്തിന് ഒരു സാധ്യതയുണ്ട്. ഈ നേമം മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇനി പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ്. അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിച്ചതിന് ശേഷമായിരിക്കും സമാപന സമ്മേളനം നടക്കുന്ന മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് പോകുന്നത്. എന്തായാലും നേരത്തെ DGP ഓഫീസിലുണ്ടായ കോൺഗ്രസ് പ്രതിഷേധം, ഒപ്പം യുവമോർച്ച പ്രതിഷേധം, ഇതിന് പിന്നാലെ ഇനിയും കൂടുതൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴക്കൂട്ടത്തേക്ക് നേമത്ത് നിന്ന് കഴക്കൂട്ട മണ്ഡലത്തിലേക്ക് പോകാൻ അധിക ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺവോയ് അടക്കം മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേമം മണ്ഡലത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇപ്പോഴും പ്രതിപക്ഷത്തിനും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. മുഖ്യമന്ത്രി നേമത്ത് പറഞ്ഞ ഒരു പ്രതികരണത്തിലേക്ക് വന്നാൽ സംഘപരിവാറിന്റെ അജണ്ട ആദ്യമേ ഏറ്റെടുത്തത് പ്രതിപക്ഷ നേതാവാണെന്നും BJPക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും പ്രതിഷേധങ്ങൾക്കും വേദിയാകുന്നു. അതിന് ഇപ്പോൾ ഈ നവകേരള സദസ്സ് സമാപിക്കുന്നതോടുകൂടി തന്നെ ഇതിന്റെ തുടർ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഇനിയും കേരളം കാണേണ്ടി വരും. ശ്രീജിത്ത. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നവകേരള സദസ്സിന്റെ സമാപന ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണ പ്രതിപക്ഷ നേതാക്കൾ. നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത് UDFന് പറ്റിയ അമളിയാണെന്ന് LDF കൺവീനർ EP ജയരാജനും പ്രതിപക്ഷത്തിന് വിഭ്രാന്തിയാണെന്ന് മന്ത്രി P രാജീവും പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധിക്കാരി എന്നായിരുന്നു KPCC പ്രസിഡന്റ് K സുധാകരന്റെ പ്രതികരണം. മന്ത്രിസഭയുടെ പൊള്ളത്തരം നവകേരള സദസ്സിലൂടെ പുറത്തായി എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നവംബർ 18-ന് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ നവകേരള സദസ് വട്ടിയൂർക്കാവിൽ സമാപിക്കുമ്പോഴും ഭരണ പ്രതിപക്ഷ വാക്പോര് അവസാനിക്കുന്നില്ല. UDFന്റെ പ്രതിഷേധ സമരത്തോടും ബഹിഷ്കരണത്തോടും ഘടകകക്ഷികൾക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ടെന്ന LDF കൺവീനർ EP ജയരാജൻ. KPCCയുടെ പ്രതിഷേധം അനാവശ്യമാണെന്ന മന്ത്രി P രാജീവ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ VD സതീശനും ഗ്രൂപ്പുകാരും എടുത്ത നിലപാടിനോട് അസംതൃപ്തി വളർന്നു വന്നപ്പോൾ ആ അസംതൃപ്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ അക്രമവാസനകൾ ഉണ്ടാക്കുക. എന്താ ചെയ്തിരിക്കുന്നത് VD സതീശൻ, K സുധാകരൻ? അക്രമത്തിന് ആഹ്വാനം കൊടുക്കില്ലേ? തീർത്തും ഒരു തെറ്റായ രീതിയിലാണ് അവർ പോകുന്നത്. എന്നാൽ അവരെടുത്ത തീരുമാനത്തിനൊപ്പം അവരുടെ അറിവ്, ഈ പ്രതിഷേധത്തിൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇനിയിപ്പോ ആണെങ്കിൽ ഞങ്ങൾ അടികൊണ്ടിട്ടും നിങ്ങൾ ഈ കെട്ടുറപ്പ് UDFന്റെ വേണ്ടെന്ന് വെച്ചൊരു പ്രസ്താവന ഇറക്കിയെന്ന് വരാം. പക്ഷെ അവരില്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ നടത്തിയത്. പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. മുഖ്യമന്ത്രിയുടെ പതിവ് രാഷ്ട്രീയ പ്രസംഗത്തിന്റെ കാർബൺ കോപ്പിയാണ് സദസ്സിലെങ്ങും നടന്നതെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശശികാണ്ട് കൺട്രോൾ ചെയ്യുന്ന DGPക്കൊന്നും ഒരു അധികാരവും ഇല്ല. DGPക്കൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. അവസാന വാക്ക് P ശശിയുടെ വാക്കായി കേരളത്തിലെ ക്രമസമാധാനം താണുപോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് മന്ത്രിസഭയുടെ പൊള്ളത്തരം പിടികിട്ടി. ഏത് പ്രശ്നമാണ് പരിഹരിച്ചത്? ആരുടെ പ്രശ്നമാണ് പരിഹരിച്ചത്? ഇത് മുഖ്യമന്ത്രി നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗമാണ്. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ സ്ഥിരമായി നടത്തുന്ന പ്രസംഗത്തിന്റെ ഒരു കാർബൺ കോപ്പിയാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷം ആക്രമണത്തിന് ലക്ഷ്യം വെക്കുന്നുവെന്ന മന്ത്രിമാരായ K രാജനും സജി ചെറിയാനും ആരോപിച്ചു. മന്ത്രിമാരും സർക്കാരും ജനങ്ങളെ കാണാൻ പോകുന്നതിന് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് എന്തിനെന്നായിരുന്നു മന്ത്രി KN ബാലഗോപാലിന്റെ ചോദ്യം. കാനൻ രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് 4 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ച സദസ്സ് ജനുവരി 1-നും 2-നും നടക്കും. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി RYF പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ പ്രവേശിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ, സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഉള്ളിലേക്ക് എറിയത്. വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചിരിക്കുകയും കാരണം വലിയ തരത്തിലുള്ള പ്രതിപക്ഷ സംഘടനകൾ പ്രക്ഷോഭം നടത്തുന്നതിനിടെ സെക്രട്ടേറിയറ്റിൽ കനത്ത രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം മറികടന്ന് RYF പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവേശിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടുത്തുവരെ എത്തി കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ഇന്ന് കോൺഗ്രസ് നടത്തിയ DGP ഓഫീസ് മാർച്ചിൽ പ്രവർത്തകരെയും നേതാക്കളെയും ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. 5 പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി കരിങ്കൊടി പ്രതിഷേധത്തിന് മുതിർന്നത്. എന്തായാലും ഇവരെല്ലാം തന്നെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് നീക്കിയിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇത് സമാനമായ രീതിയിൽ DGPയുടെ ഔദ്യോഗിക വസതിയിലും മഹിളാ
മോർച്ച പ്രവർത്തകർ കയറി പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് സെക്രട്ടേറിയറ്റിൽ നടന്നിരിക്കുന്നത്. രഞ്ജിത്ത്. ജയശങ്കർ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തലസ്ഥാനത്ത് മുഴുവനായി ഉണ്ടാകുന്ന പശ്ചാത്തലം സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് പരിസരത്തും കനത്ത സുരക്ഷയുണ്ടാകും. ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ് ഈ പ്രതിഷേധക്കാർ? ജയശങ്കർ. റിജിത്ത്, പോലീസിന്റെ പ്രതിഷേധക്കാരെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് ഇതിലെ വിഷയം. പോലീസ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യവും അറിഞ്ഞില്ല. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. ഇവർ കരിങ്കൊടി ഉയർത്തിയതിനു ശേഷം മാത്രമാണ് പ്രതിഷേധിച്ചതിനു ശേഷം മാത്രമാണ് പോലീസിന് ആളുകളെ തിരിച്ചറിയായത്. പെട്ടെന്ന് തന്നെ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയുള്ള പോലീസും ഒപ്പം കണ്ടോൺമെന്റ് പോലീസും എത്തി പ്രവർത്തകർ സെക്രട്ടറി നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. എന്തായാലും പോലീസിന്റെ എല്ലാവിധ ജാഗ്രതയും എല്ലാവിധ നിരീക്ഷണങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. കാരണം കഴിഞ്ഞ കുറെ ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ പോലീസ് വലിയ ജാഗ്രതയിലായിരുന്നു. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയാണ്. DGPയുടെ വസതിയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. റിജിത്ത്. ശരി, RYF പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ കയറി പ്രതിഷേധിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. RYF സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം. പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാനും സോന ചെറിയും ചേരും. നമസ്കാരം.